ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രൊഫഷണൽ ഓഫീസറായിട്ട് 600ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ സമർപ്പിക്കണം. ഏജ് ലിമിറ്റ് എത്രയാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ, എത്ര രൂപയാണ് സാലറി എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾന്ന് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊഫഷണറി ഓഫീസറായിട്ട് എത്രയാണ് 600ഓളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ അവർ ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി വന്നിട്ടെന്ന് പറഞ്ഞാൽ ജനുവരി 16 നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ അവർക്ക് അയച്ചു കൊടുക്കണം. 2024 ഡിസംബർ 7 ഇത് നിലവിൽ വന്നത്. അപ്പം 2025 ജനുവരി 16 ഇവരത് ക്ലോസ് ചെയ്യും. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രൊഫഷണറി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. 600ഓളം ഒഴിവുകളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ഒഴിവുകളുണ്ട്. സാലറി എന്ന് പറയുന്നത് 4,84,080 രൂപ തൊട്ട് 8,59,020 രൂപ വരെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, സാലറി പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ അവർ പറയുന്നുണ്ട്. നമുക്ക് ജനറൽ, SC, ST അങ്ങനെ കീഴിൽ എത്ര വേക്കൻസി വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ജനറലിനകത്ത് 240 വേക്കൻസികളുണ്ട്. സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഇതിന് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് അധികം അങ്ങനെ ഒഴിവുകൾ വരാറില്ല. പക്ഷേ ഇവിടെ 240ഓളം ഒഴിവ് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലായിട്ടുള്ളവർക്ക് ഇതൊരു നല്ല അവസരമാണ്. പിന്നെ SCക്കകത്താണെങ്കിൽ 87, STക്കകത്താണെങ്കിൽ 57, പിന്നെ OBCക്കാർക്ക് 158 ഒക്കെ ഉണ്ട്. അങ്ങനെ ടോട്ടലി 600 വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റാണ്. ഏജ് എന്ന് പറയുന്നത് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഇതൊരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നമ്മൾ ക്വാളിഫൈഡ് ആവത്തുള്ളൂ. പിന്നെ ഇതിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴത്തേക്കിനും ഫീസായിട്ട് 750 രൂപ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അടയ്ക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ ബാങ്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം പിന്നെ ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് അപേക്ഷ സമർപ്പിക്കുക. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഫീസൊക്കെ നമുക്ക് നെറ്റ് വഴിയൊക്കെ അടയ്ക്കാൻ പറ്റും. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാ ബാങ്കിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പം താല്പര്യമുള്ളവരെല്ലാവരും ഇതിന് അപ്ലൈ ചെയ്തിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2024 അവസാനിച്ച് 2025 കയറാൻ പോവുകയാണ്. അപ്പം പുതിയ വർഷം പുതിയ ജോബ്, ബാങ്ക് ജോബ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആപ്ലിക്കേഷൻ അയക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.